ബ്രീത്തിങ് എക്സസൈസ് ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ നിങ്ങൾക്ക് 2 വർഷം നിവർന്നിരിക്കാൻ പറഞ്ഞു. നിവർന്നിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ വരും, അല്ലെങ്കിൽ ആര് പറഞ്ഞാലും വരും. അപ്പോൾ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളോടൊന്ന് നിവർന്നിരുന്ന് പഠിക്കുന്നത് നമ്മൾ പറയും. പക്ഷേ നിവർന്നിരുന്ന് പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സർക്കുലേഷൻ കൂടുന്നു, എയർ സർക്കുലേഷൻ കൂടുന്നു. എയർ സർക്കുലേഷൻ കൂടുമ്പോൾ എന്തായി നമ്മൾ എനർജറ്റിക് ഇതായിട്ട് മാറുന്നു. അപ്പോൾ ആ ഓരോ കാര്യങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ഇരിക്കുന്നു. ബ്രീത്തിങ് എക്സസൈസ് എന്താണ്? ശരീരത്തെ ഒരാളും ഒരു പാഠം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏത് യോഗയെ കൂടി ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ശരീരം അതിൻ്റെതായ ഫങ്ഷൻ ശരിക്കും നടത്തും. കാരണം അതിന് നമ്മൾ ഇത് കൊടുത്താൽ മതി, നമ്മൾ അതിനുള്ള സപ്പോർട്ടിങ് കൊടുത്താൽ മതി. ബ്രീത്തിങ് എക്സസൈസ് കൊടുത്തിട്ട് നമ്മൾ കൊടുത്തിട്ടൊന്നല്ല ജീവിക്കുന്നത്. പക്ഷേ യോഗയിൽ കൊടുക്കുന്ന ബ്രീത്തിങ് എക്സസൈസിന്റെ മെയിൻ എന്താണ് ഇത് കൊടുക്കുന്നതെന്ന് അറിഞ്ഞിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള വിഷാംശങ്ങളെ പുറത്തേക്ക് തള്ളുകയാണ് ഇമ്പോർട്ടൻറ്റ്. ഞാനിപ്പോൾ യോഗ പറഞ്ഞപ്പോൾ ബ്രീത്തിങ് ഇത് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചോ? ഏറ്റവും ആദ്യം എന്താ ഞാൻ ചെയ്തത്? ഏറ്റവും ആദ്യം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഇത് പുറത്തേക്ക് വിടായിരുന്നു. എന്തുകൊണ്ടാണ് പുറത്തേക്ക് വിട്ടത്? ഇതിനുള്ളിലുള്ള സാധനം വിഷാംശങ്ങളെ ടോക്സിക് ആയി കിടക്കുന്ന ഈ സാധനങ്ങളെ പുറത്തേക്ക് കളയാനാണ് നമ്മുടെ സപ്പോർട്ട്. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ശ്വാസം ബ്രീത്തിങ് പുറത്തേക്ക് കൊടുക്കുക എന്നുള്ള ഒരു ഇതാണ്. എല്ലാത്തിനും ശരീരത്തിന് വിസർജിച്ച് കൊടുത്താൽ മാത്രം മതി. ശരീരത്തിന് ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെതായ പണിയൊക്കെയാണ്. ഭക്ഷണം നേരത്തെ ഭക്ഷണത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ എന്തായാലും വളരെ കുറച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഭക്ഷണത്തിൽ യോഗയിൽ പറഞ്ഞു കൊടുക്കുന്നത് ഇന്നത് കഴിക്കരുത്, ഇന്നത് കഴിക്കേണ്ടതെന്ന് ഒരാളും പറഞ്ഞ് പഠിക്കും. സ്വയം മനസ്സിലാക്കി കഴിക്കും. മനസ്സിലാക്കി കഴിക്കുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കെമിക്കൽ, ഓർഗാനിക്, ഈ രണ്ടും തമ്മിലുള്ള ഒരു കാര്യം. ഈ സാധനം എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ലബോറട്ടറി ഒന്നുമില്ല കണ്ടെത്താൻ വേണ്ടി. എന്താണ് യൂറിയ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അയൺ ഇട്ടുണ്ടോ, അല്ലെങ്കിൽ പൊട്ടാസ്യം ഇട്ടുണ്ടോ, നൈട്രേറ്റ് ഇട്ടുണ്ടോ എന്നൊന്നും അതിനറിയാതെ. അതെന്തുകൊണ്ടാണ് ഈ മനസ്സിലാക്കുന്നത്? ശരീരം അതിൻ്റെ വാസനകൾ വെച്ചിട്ടാണ്, അതിൻ്റെ കഴിവ് കണ്ടിട്ടാണ് അത്. ഏറ്റവും ഗുളിക നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നേരെ പാരസെറ്റമോളൊക്കെ കഴിച്ച് വേദന മാറുന്നു, ഇത് മാറുന്നു. എന്തുകൊണ്ട് പാരസെറ്റമോൾ അവിടെ ഇതാകുന്നില്ല, പിടിച്ചു നിൽക്കുന്നില്ല? പാരസെറ്റമോൾ ശരീരത്തിൽ കഴിക്കാൻ വലിയ എഫക്റ്റിനുള്ളിൽ ബ്ലഡിൽ കയറുകയാണ്. ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ എന്താണ്? ഓർഗാനിക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇരിക്കും, അത് നല്ല തേപ്പിച്ച് ചെറുകുടലിലൊക്കെ വെച്ച് വേണമെങ്കിൽ മാത്രം കൊടുക്കും, വേണമെങ്കിൽ ഒക്കെ പുറത്തേക്ക് പോകും. ഈ പുറത്തേക്ക് പോകുന്ന സാധനങ്ങളൊന്നും വേണ്ട, ഇത് ശരീരത്തിന് വേണ്ടാത്തതാണ്. പക്ഷെ എനർജറ്റി ഇല്ലാത്ത സാധനമാണ് ഈ പുറത്തേക്ക് പോകുന്നത്, രാവിലെ പോകുന്നതൊക്കെ അതിലും വേണ്ട. പക്ഷെ ശരീരത്തിന് ആവശ്യമില്ല, അത് മനസ്സിലായി. ഇന്ന സാധനം വന്നിരിക്കുന്നത് അതിനെ പുറന്തള്ളുന്നു. അതിനാണ് നമ്മളെ ഈ സിസ്റ്റത്തിൽ ഉണ്ടാക്കിയ സിസ്റ്റത്തിൽ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സെൻസറുകൾ വാഴയുടെ മൂക്ക് വെച്ച് വന്നിരിക്കുന്നത്. എന്താ വെച്ചാൽ അതൊന്ന് വാസനിച്ചിട്ട് മനസ്സിലാക്കുക. ഒരു വാസനയുള്ള സാധനം നമ്മൾ കഴിക്കുമ്പോൾ എന്താണെന്നുള്ളത് അത് വയ്ക്കുമ്പോൾ തന്നെ ശരീരത്തിന് മനസ്സിലായി. ഈ വരാൻ പോകുന്ന സാധനം ഇന്നതാണ് തലയ്ക്ക് വന്നിരിക്കുന്നത്. അതിനടുത്തുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റങ്ങളൊക്കെ ശരീരം റെഡിയാക്കി വെക്കുകയും ഇവിടെ മൂക്ക് കൊത്തി, പിന്നെ കണ്ണ് വന്നിരിക്കുന്നത് കാണാനും, കൈ വന്നിരിക്കുന്നത് അമർത്തി നോക്കാനും, അതൊക്കെ ഭക്ഷണം അത്രേ നമ്മൾ ഭക്ഷണം പറഞ്ഞു കൊടുക്കാറുള്ളൂ. എന്ത് കഴിക്കണം, ഏത് കഴിക്കണം എന്നുള്ള കെമിക്കൽ സാധനം ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ചെറുകുടലിനും വയറുകുടലിനും ഏറ്റവും വലിയ ബാധിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെവിടെ വെക്കേണ്ടതെന്നുള്ള അറിയില്ല. എങ്ങനെയാണോ നിൽക്കുന്നത് അത് എങ്ങോട്ടാ ചാടുക? പുറത്തേക്കാ ചാടുക. പുറത്തേക്ക് ചാടി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനുള്ള വഴിയൊന്നും ഇല്ലല്ലോ. അതെവിടെ കൂടും? അതിനോട് കൂടി ചേർന്ന് കൂടും. ഏറ്റവും ലോകാരോഗ്യ സംഘടന പറയുന്നത് നിങ്ങളെ വയറ് നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് ഈ ഇവിടെ വന്ന് അടിയുന്ന